പറഞ്ഞു ഇപ്പോൾ നമ്മുടെ അടുത്ത രാജ്യമായ നേപ്പാളിൻ്റെ ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രി ആരാ? ഒരു യൂട്യൂബറല്ലേ? നമ്മളിപ്പോൾ തന്നെ സ്ഥിരം കഞ്ഞി കുടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ആഗ്രഹമില്ല, ഒരു ദിവസം ഒരു ചേഞ്ച് വരുന്നു, പുട്ടും കടലയും തിന്നണമെന്ന് ആഗ്രഹം. മുകേഷ് മത്സരിക്കുന്നില്ലേ? സിനിമാടനല്ലേ? മത്സരിക്കുന്നില്ലേ? ആ സിനിമാടനല്ലേ? സിനിമ അല്ലാത്തവരെന്നൊക്കെ അതുള്ളൊരു ഇതില്ല. അതിപ്പോൾ ഓരോരുത്തരുടെ വ്യക്തി താല്പര്യം. അപ്പോൾ അവർക്കൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനം പാടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. പിണറായി വിജയൻ തുടർഭരണം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നാളാകുമ്പോൾ ജനങ്ങൾക്കൊരു മടുപ്പില്ലേ? മാറ്റങ്ങൾ അനിവാര്യമല്ലേ? പക്ഷെ എന്നാലും വീണ്ടും വരണമെന്നാണ് എല്ലാവരും പറയുന്നുണ്ട്, ചിലവർ പറയുന്നില്ല. എല്ലാവർക്കും ഓരോരുത്തർക്കും ഒപ്പീനിയൻ ഉണ്ടായിരിക്കും, പറയാമല്ലോ. പക്ഷേ UDF കയറുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. UDF ഒരു പോയിന്റ് കേട്ടിട്ടുണ്ട്. അപ്പോൾ UDF ഇപ്രാവശ്യം പിടിക്കുന്ന ഒരു അധികാരത്തിൽ കയറുന്ന ഒരു പോയിന്റ് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ സർവേ എടുക്കാൻ പോണവർക്കൊക്കെ ഇങ്ങനെ പല ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അത് ചേട്ടൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഭരണമാറ്റം കൊണ്ടാണ് UDF അധികാരത്തിൽ വരണമെന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയായിട്ട് അവരാരായിരിക്കും ഏകദേശം ചേട്ടൻ്റെ ഒരു അവരുടെ പാർട്ടി? അല്ല എന്നാലും ഒരു അല്ല ചേട്ടൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് നമ്മൾ പറഞ്ഞാൽ അവർ തീരുമാനിക്കണ പോലെ ഇരിക്കും. എന്നാലും ആഗ്രഹം അങ്ങനെ വ്യക്തിപരമായിട്ട് അഭിപ്രായം വേണ്ടല്ല. VD സതീശനാവുന്നു ഉറപ്പുണ്ട്. VD സതീശനായാലും കുഴപ്പമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് പണ്ട് തൊട്ടുള്ള തീരുമാനം അവരുടെ ഹൈക്കമാൻഡ് തീരുമാനമാണല്ലോ. അതങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഇഷ്ടമുള്ള ആൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന അനുസരിച്ചുള്ള ആൾ മുഖ്യമന്ത്രി ആകട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ തുടർഭരണം വേണ്ട. നമ്മളിപ്പോൾ തന്നെ സ്ഥിരം കഞ്ഞി കുടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ആഗ്രഹമില്ല, ഒരു ദിവസം ഒരു ചേഞ്ച് വരുന്നു, പുട്ടും കടലയും തിന്നണമെന്ന് ആഗ്രഹമില്ലേ? എന്ന് പറഞ്ഞാൽ അപ്പോൾ പിണറായി വേണ്ട, ഇനിയിപ്പോൾ UDF കയറി പറ്റേ. അപ്പോൾ ഞാൻ UDF അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഈ കുറേ വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അത് ചെയ്യാനൊക്കെ പറഞ്ഞാലോ, സൗജന്യ യാത്ര സ്ത്രീകൾക്ക് വേണ്ടി. അപ്പോൾ അധികാരത്തിൽ ചെയ്ത് അവർ കയറി കഴിഞ്ഞാൽ അതൊക്കെ നടപടിയാവുമോ പെട്ടെന്ന് തന്നെ? അല്ല, ഇപ്പോൾ വാഗ്ദാനങ്ങൾ ഇപ്പോൾ എല്ലാ ഗവൺമെൻറ്റും ഓരോ വർഷവും ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ ഓരോ വാഗ്ദാനങ്ങൾ നടപ്പാക്കണമല്ലേ? അത് മുഴുക്കൊന്നും നടപ്പാകാറില്ലല്ലോ. ഇല്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വാഗ്ദാനം അവർ നടപ്പാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നടപ്പാകുമായിരിക്കും. അപ്പോൾ അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. കാരണം ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രികയിൽ കാര്യങ്ങളിങ്ങനെ പറയും, അതിന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും, ചിലതൊന്നും ചെയ്യാറില്ല. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ UDF കയറും അല്ലേ? അല്ല, UDF വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് കടുത്തുരുത്തി മണ്ഡലല്ലേ? ഇവിടെ മോൻസി ജോസഫ് എടുക്കും അല്ലേ? ഇവിടെ മോൻസി ജോസഫ് ജയിക്കുമെന്നുള്ള BJPക്ക് സാധ്യതയില്ല. അല്ല, BJPക്ക് സാധ്യത ഇല്ലായിട്ടല്ല. BJP വളരുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ അവർ വളർന്ന് ചിലപ്പോൾ ഇന്നലെ നാളെ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ തലമുറ കഴിയുമ്പോഴാണ് ചിലപ്പോൾ അധികാരത്തിൽ വരുമായിരിക്കും. ആണല്ലേ? BJP നാളെ വരുമെന്നൊന്നും പറയാൻ പറ്റിയല്ല. സമയം പോലെ ഇരിക്കും. കാരണം വെച്ചാൽ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഈ ഇപ്പോഴത്തെ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഇനി പുതുതലമുറ വരുന്ന അവർക്ക് ഓരോ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് അനുസരിച്ച് ചിലപ്പോൾ അവർക്ക് BJPയുടെ താല്പര്യമെങ്കിൽ BJP വരും. അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു പാർട്ടി വരണം. ഇപ്പോൾ ആം ആദ്മി പാർട്ടി എത്ര പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ അവർ കുറേ 2-3 സ്റ്റേറ്റിൽ അധികാരം പിടിച്ച്. ഇപ്പോൾ കേരളത്തിൽ തന്നെ 2020 എന്ന സംവിധാനം കിഴക്കമ്പലത്ത് പോലുള്ളിടത്ത് അധികാരം പിടിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചേട്ടാ ഈ UDF ഇപ്പോൾ സ്ഥാനാർത്ഥി ഈ രമേശ് പിഷാരടി ഈ സിനിമാക്കാരൊക്കെ പിടിച്ചെടുത്ത് ജയിക്കുന്നു തോന്നുന്നുണ്ട്. അതിപ്പോൾ ഒരു മോഡേണായിട്ട് കൊണ്ട് പിഷാരടി മത്സരിക്കുന്നതോ ഒക്കെ പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലെന്ന്. ഇപ്പം അവരൊക്കെ അവരൊക്കെ ഈ സമൂഹത്തിൽ ഈ രാജ്യത്ത് വോട്ട് ചെയ്യുന്ന പൗരന്മാരല്ലേ? അപ്പൊ അവർക്ക് സിനിമ അഭിനയം മാത്രമേ പറ്റുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവര് വിശ്വസിക്കുന്ന നമ്മളൊരു കാര്യം പറഞ്ഞ പോലെ എല്ലാത്തിനും ചേഞ്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ ചേഞ്ച് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ അടുത്ത രാജ്യമായ നേപ്പാളിൻ്റെ ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രി ആരാ? ഒരു യൂട്യൂബറല്ലേ? അപ്പോൾ അതുപോലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഉക്രൈൻ യുദ്ധം നടക്കുന്നത് സെലൻസ്കി ആരായിരുന്നു? അവിടുത്തെ ഒരു കോമഡി അവതാരകനൊക്കെ രോഗമെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ പിഷാരടി അഭിനയിക്കുന്നതിനടുത്ത് അല്ലെങ്കിൽ പിഷാരടി മത്സരിക്കുന്നത് അത് രണ്ടും രണ്ടാണ്. അയാളുടെ തൊഴിൽ ചെയ്യുന്നു, പിന്നെ വ്യക്തിപരമായ അയാൾക്കൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ അയാൾക്ക് സീറ്റ് കിട്ടിയപ്പോൾ അയാൾ മത്സരിക്കുന്നു, അത്രേ ഉള്ളൂ. മത്സരിക്കാൻ നമുക്ക് എതിരൊന്നും പറയാനില്ല. ഇപ്പം നമ്മുടെ കടുത്തുരുത്തിയിൽ ഇപ്പോൾ തന്നെ നല്ലൊരു നടനോ ആർട്ടിസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അയാൾ മത്സരിക്കുകയാണെങ്കിൽ അയാൾക്ക് ജനപിന്തുണ ഉണ്ടെങ്കിൽ അയാൾക്ക് എല്ലാവരും വോട്ട് ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ മോൻസി ജോസഫിനോട് നല്ല ജനപിന്തുണ ഉള്ളതുകൊണ്ട് അയാൾ ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അത്രേ ഉള്ളൂ. UDF കയറണമെന്നുള്ളതാണ് വിശ്വാസം. അല്ലേ? ഓക്കെ, താങ്ക് യു.